എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ മറ്റൊരു മധുര മനോഹര പോരാട്ടം. മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സ്ക്രീനുകളുടെ വലത്തു നിന്ന് ഇടതേക്ക് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി കളിക്കുമ്പോൾ അവരുടെ തനത് ചുവപ്പ് ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് KSCB കളിക്കുന്നത്. എന്തായാലും പൊസിഷൻ ഷിഫ്റ്റ് വഴി ഇവിടെ കൃത്യമായി അവർ നോട്ടമെടുത്ത താരങ്ങളിൽ ഒരാളും ഹർഷൽ തന്നെയാകും. അവിടെ വീണ്ടും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ലേ ഓഫ് ചെയ്യുന്നു. പന്ത് നല്ലൊരു ഷോട്ട് വരുന്നു. ഓവർ ഹെഡ് ഡെലിവറി സ്ട്രൈറ്റ് അവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്ന് വന്നു. ആൻഡ് അവിടെ എന്താണ് മുഖ്യ റഫറി വിധിക്കുന്നത് എന്ന് കാണണം. തീർച്ചയായും അവിടെ ഒരു യെല്ലോ കാർഡ് അദ്ദേഹം ഓൾറെഡി പുറത്തെടുത്തു കഴിഞ്ഞു. വേദന കൊണ്ട് പുളയുന്ന KSCB താരത്തെയും കാണാം. ആൻഡ് പോസിബിളി അതൊരു ഫ്രീ കിക്ക് ആവാനുള്ള സാധ്യത കാണുന്നു. നോക്കാം, നിജോ ഗിൽബർട്ട് അതുപോലെ തന്നെ എൽദോസ് ജോർജ്. നിജോയുടെ കിക്ക് വരുന്നു. നിജോ ഗിൽബർട്ടിന്റെ മനോഹരമായ ഒരു ഗോളോടുകൂടി KSCB സ്കോറിംഗ് ദെയർ ഫസ്റ്റ് ഗോൾ. എൽദോസ് ജോർജ് ആ പന്തിന് മുകളിലൂടെ നടന്നു പോകുന്നു. ആൻഡ് നേരെ പുറകിലൂടെ വന്ന നിജോ ഗിൽബർട്ടിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ലെഫ്റ്റ് അവസാനിക്കുന്നു. 45 മിനിറ്റ്സ് അപ്പ് ദി ക്ലോക്ക്. ആൻഡ് ഒന്നാം പകുതിയുടെ അധിക സമയത്തിലാണ് കറന്റ്ലി മാച്ച് ഓൺ ഗോയിങ്. വീണ്ടും ലുക്ക് അറ്റ് ദാറ്റ്, മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി അവരുടെ ഭാഗത്ത് KSCBയെ സംബന്ധിച്ചിടത്തോളം KSCBയെ മിന്നൽ അടിപ്പിക്കുന്ന മുത്തൂറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നോക്കുക, ഹജ്മലിന്റെ ക്ലിയറൻസ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നാണ്. ആൻഡ് അവിടെ നിന്ന് ആ പന്ത് കൃത്യമായി ആന്റിസിപ്പേറ്റ് ചെയ്ത് ഗോൾ കീപ്പർ സ്ഥാനം തെറ്റി നിൽക്കുകയാണ് എന്ന് മനോഹരമായി മനസ്സിലാക്കിയതിനു ശേഷം ഫസ്റ്റ് ഹാഫിനുള്ള വിസിൽ വരുന്നു. ആൻഡ് നല്ലൊരു പന്ത് വീണ്ടും മുന്നിലേക്ക് നീട്ടി നൽകുന്നു. ആൻഡ് KSCBക്ക് നല്ലൊരു അവസരം. വീണ്ടും ഒരു നല്ല കട്ട് ബാക്ക് പാസ് ആണ് കറന്റ് ആവശ്യം. പെനാൽറ്റി ഏരിയയിലേക്ക് ഒന്നാന്തരമായി പെനട്രേറ്റ് ചെയ്ത് കുറഞ്ഞു. വീണ്ടും തിരികെ പിടിച്ച പന്തുമായി KSCB പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു ഡെലിവറി. ശ്രീരാജ് ഉണ്ട്. KSCB വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച. അവരുടെ ജേഴ്സി നമ്പർ 8 അവിടെ ക്ലിയറൻസ് മിസ്റ്റേക്കിൽ നിന്ന് വന്ന മനോഹരമായ ഒരു പന്ത്, അവർ നല്ല മനോഹരമായ അവസരം കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് അവിടെ KSCB ചെയ്തത്. അവിടെ വീണ് കിട്ടിയ പന്ത് ശ്രീരാജിലേക്കാണ് ഡയറക്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ കൃത്യമായി ബാറ്റിൽ ചെയ്ത് ആ പന്ത് തിരികെ വിൻ ചെയ്യുന്ന KSCBയെ കാണാം. ബോൾ വോൺ ബാക്ക് ആൻഡ് മത്സരം അവസാനിക്കുകയാണ്. ഫുൾ ടൈം ഇവിടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെക്യൂർ ചെയ്തു. ഫുൾ ടൈം ഹിയർ അറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇറ്റ്സ് KSCB 2 ആൻഡ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി 1.